ഞങ്ങൾ ഒരു സ്വകാര്യ യാത്രയും നടത്തിയിട്ടില്ല. ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് അവരെ കാണണം. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാന്ന് പറഞ്ഞ ഇതൊരു നാണക്കേടായല്ലോ. നുണ പറയൽ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചാൽ അത് കേരളത്തിന് തന്നെ അപമാനമല്ലേ? നുണ പറയുന്നത് പരിഹസിക്കപ്പെട്ടാലും വീണ്ടും വീണ്ടും നുണയിൽ ഒളിക്കുന്നത് രാഷ്ട്രീയ ഗതികേടോ അതോ മാനസിക രോഗം? ഞങ്ങൾ ഒരു സ്വകാര്യ യാത്രയും നടത്തിയിട്ടില്ല. ഹെലികോപ്റ്ററിൽ അമ്മായി അപ്പനെ കാണാൻ പോയി. ഹെലികോപ്റ്റർ ഔദ്യോഗിക ആവശ്യത്തിനല്ലാതെ ഉപയോഗിക്കാൻ പാടുണ്ടോ? പാടില്ല എന്നറിയാവുന്നത് കൊണ്ട് ഒരു പെരും നുണ, ഒരൊറ്റ തള്ള്. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇൻവെസ്റ്ററെ കാണാൻ പോയി എന്ന് പറഞ്ഞാൽ ക്ഷണക്കത്തും പ്രോഗ്രാം നോട്ടീസും ഒന്നും കാണിക്കണ്ടല്ലോ. പക്ഷെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് വേറെയും ചില രേഖകളുണ്ട്, അത് അപ്പോൾ ഓർത്തില്ല. ഇതാണ് പോലീസ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ മുഖ്യമന്ത്രിയുടെ മൂവ്മെന്റ് റിപ്പോർട്ട്. മുഖ്യമന്ത്രി രാവിലെ 9:27 തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പോയത്. കാലാവസ്ഥ മോശമായതിനാൽ ഹെലികോപ്റ്റർ 11:35 തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചിറക്കി. 12:37 വീണ്ടും കൊച്ചിക്ക് പറന്നു. 1:52 നെടുമ്പാശ്ശേരിയിലെത്തി. ആലുവ കാരോത്തുകുഴി ആശുപത്രിയിൽ ഭാര്യാപിതാവിനെ കണ്ട ശേഷം ദേശത്തെ വീട്ടിലേക്ക് പോയി. പോലീസ് ഇന്റലിജൻസ് മൂവ്മെന്റ് പ്രകാരം ആ ദിവസം മുഖ്യമന്ത്രി മറ്റെങ്ങോട്ടും പോയില്ല. രേഖകൾ പ്രകാരം സന്ദർശകരും ആരും ഉണ്ടായിരുന്നില്ല. ഔദ്യോഗിക രേഖകളിൽ വരാത്ത പരമരഹസ്യമായ കൂടിക്കാഴ്ച എന്നുള്ളതാണ് പുതിയ വിശദീകരണം. അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. 3-ാം തീയതി പറഞ്ഞതും 5-ാം തീയതി പറഞ്ഞതും തമ്മിലും ഉണ്ടന്തരം. ഇൻവെസ്റ്റർമാർ എറണാകുളത്താണെന്നും അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ എടുത്ത് അങ്ങോട്ട് പോയതെന്നുമായിരുന്നു 3-ാം തീയതി പറഞ്ഞത്. ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് അവരെ കാണണം. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. ഒരു ഇൻവെസ്റ്ററെ കാണാൻ മുഖ്യമന്ത്രി അങ്ങോട്ട് പോകണോ? മുഖ്യമന്ത്രി ഉള്ളിടത്ത് അവർ വരില്ലേ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുമല്ലോ. അങ്ങനെ ഒരു ചോദ്യം ഉയരുമ്പോ 2 ദിവസം മുമ്പ് പറഞ്ഞത് മറക്കും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാന്ന് പറഞ്ഞ അപ്പോൾ അതും പൊളിഞ്ഞു എന്നർത്ഥം. എന്റെ പപ്പ ജോണിനെ കടലിൽ കാണാതായി ഇന്ന് 5-ാമത്തെ ദിവസമാണ്. മുഖ്യമന്ത്രി സ്വന്തം മദർ ഇൻ ലോനെ കാണാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ എന്തോ എടുത്തിട്ട് പോയെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അറിയായിരിക്കും ഒരു ജീവന്റെ വില എന്താണെന്ന്. പ്രിവിലേജ്ഡ് ആയിട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല സിസ്റ്റം. കാലാവസ്ഥ കലിതുള്ളിയ ദിവസം വിരുന്നുണ്ടതിനും ഉണ്ടായിരുന്നുവല്ലോ ന്യായീകരണം. ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്, സി ഹരിദാസ് സാറിന്റെ വീട്ടിൽ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? ഒരു വീട്ടിൽ പോയപ്പോൾ അടുത്ത വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയതല്ല, നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പരിപാടിയാണ്. ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. എന്നാൽ കാലവർഷം ഭീകരതാണ്ഡവമാടുമ്പോൾ മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് ഭരണകക്ഷി MLA-മാർ പരാതിപ്പെടുമ്പോഴാണ് ഈ വിരുന്നു സൽക്കാരം. റവന്യൂ മന്ത്രിയെ വിളിച്ചു, കിട്ടിയില്ല. മുഖ്യമന്ത്രിയും രാവിലെ നമ്പറിൽ ഞാൻ വിളിച്ചു, കിട്ടിയിട്ടില്ല. കാരണം നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടില് ഒരു വീടുമില്ല വെള്ളം കയറാത്ത. എല്ലാം ഞാൻ ഇരുന്ന് എല്ലാം കോർഡിനേറ്റ് ചെയ്യണ്ടേ. അത് എവിടെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്യണമെന്ന് നമ്മുടെ ഇതിലെത്തിയില്ല. ഇനി പത്രത്താളുകളിലേക്ക് പോകാം. എങ്ങനെയാണ് 2018-ലും 2019-ലും നമ്മുടെ ഭരണ നേതൃത്വം മഹാപ്രളയങ്ങളെ നേരിട്ടത്? പറവൂർ MLA ആയ VD സതീശന് മനോരമയോട് ചിലത് പറയാനുണ്ട്. മഹാപ്രളയത്തിന്റെയും കോവിഡ് മഹാമാരിയുടെയും കാലത്ത് ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് പലവട്ടം. ഒന്നെങ്കിൽ അദ്ദേഹം തന്നെ ഫോൺ എടുക്കും, അല്ലെങ്കിൽ 10 മിനിറ്റിനകം തിരിച്ചു വിളിക്കും. എന്നിട്ട് പറയുന്ന കാര്യം ശ്രദ്ധിക്കും. വ്യത്യാസം ഇതൊക്കെയാണ്. മന്ത്രി റൂമെടുത്ത് ഉറങ്ങുകയാണ്, മുഖ്യമന്ത്രി ഫോട്ടോ എടുത്ത് മടങ്ങുകയാണ്, എത്തേണ്ടയിടത്ത് എത്തുന്നില്ല. പരാതികൾ നിരവധിയാണ്. വിരുന്നുണ്ണലും ജ്വല്ലറി ഉദ്ഘാടനവും ഒക്കെ പിന്നെയും ആകാം സർ.